ഫ്രീ എഡ്യൂക്കേഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ജർമ്മൻ കൺട്രി എന്ത് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കൂടാണ്ട് തന്നെ ഡാൻ പോലെയുള്ള സ്കോളർഷിപ്സ് എല്ലാം അവൈലബിൾ ആണ്. ഈവൻ അവരുടെ ലിവിംഗ് കോസ്റ്റ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സ് ഓപ്ഷൻസും യൂണിവേഴ്സിറ്റിയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പോൾ APS പ്ലസ് IELTS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് വിസ നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ. ഹായ് ഓൾ, ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഒരുപാട് ക്ലാരിഫിക്കേഷൻ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്, കോളായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സ്റ്റുഡൻസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന സഫയാണ്. അപ്പോൾ സഫനോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ജർമ്മനെ കുറിച്ച് കൂടുതലായിട്ടുള്ളത്. യെസ്, നമുക്ക് വരുന്ന സ്റ്റുഡൻറ്റ് വിസ എൻക്വയറിയിൽ മേജർ എൻക്വയറീസും വരുന്നത് ജർമ്മൻ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് ജർമ്മനിയിലെ എല്ലാവരുടെയും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന മീൻസ് ജർമ്മനി നോക്കാനുള്ള ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ഫ്രീ എഡ്യൂക്കേഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ജർമ്മൻ കൺട്രി എന്ത് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ ടോപ്പ് എന്താ പറയുക യൂണിവേഴ്സിറ്റിയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പോൾ ലൈക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്, അതുപോലെ RWTH ഹാഹൻ പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ വേൾഡിലെ തന്നെ എന്താണ് ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. സോ അതിൻ്റെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൾച്ചർ, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ടീച്ചിങ് മെത്തഡോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജി മറ്റ് കൺട്രീസിലൊന്നും കമ്പയർ ചെയ്യാൻ കൂടെ പറ്റാത്ത രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജി ഒക്കെയാണ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്നത്. മെയിൻ പോയിന്റ് നമ്മൾ പറഞ്ഞ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കേണ്ട കോഴ്സുകളുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും IT, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 15 to 20 lakh ആണ് നമ്മുടെ എല്ലാ അതർ കൺട്രി ഓപ്ഷൻസിലൊക്കെ ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം കോഴ്സുകൾ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു സാധ്യതയാണ് ജർമ്മൻ ഗവൺമെന്റ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾക്ക് കൂടാണ്ട് തന്നെ ഡാൻ പോലെയുള്ള സ്കോളർഷിപ്സ് എല്ലാം അവൈലബിൾ ആണ്. ഈവൻ അവരുടെ ലിവിംഗ് കോസ്റ്റ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സ് ഓപ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ജർമ്മൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അക്കാഡമിക് ബേസിലാണ് ഇതല്ല കേട്ടോ, മെറിറ്റ് ബേസിലാണ് സ്റ്റുഡൻസിന് കിട്ടുക. സോ നല്ല അക്കാഡമിക് എക്സലൻസ് ഉള്ള സ്റ്റുഡൻസ് മറ്റു കൺട്രീസ് എല്ലാം നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ജർമ്മനി തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ UK, കാനഡ പോലെയുള്ള കൺട്രീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ മറ്റു കൺട്രീസ് നോക്കുന്നതിനേക്കാൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് അവർ എലിജിബിൾ ആണെങ്കിൽ അതിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ.